എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ലൂഫി അവൻ ആ വില്ലനെ കണ്ട് അവൻ ഞെട്ടിക്കുകയാണ്. ഇടികിട്ടി അവൻ തെറിച്ചു പോയി അട്ടിച്ചു വീഴും. സ്മോക്കർ ആണെങ്കിൽ അവർ ഫൈറ്റ് ചെയ്യുന്നത് നോക്കി നിൽക്കും. അവനെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം ട്രഫാൽഗർ ലോ പറഞ്ഞ കാര്യം അതവന് ഓർമ്മയുണ്ട്. ട്രഫാൽഗർ ലോയുടെ ഹാർട്ട് അതുള്ളത് വെർഗോയുടെ കയ്യിലാണ്. അതുപോലെ തന്നെ സ്മോക്കറിന്റെ ഹാർട്ട് ഉള്ളത് ഈ സീസറിന്റെ കയ്യിലും. സോ ഇവൻ ഡയറക്റ്റ് ആയിട്ട് സീസറുമായിട്ട് ഫൈറ്റ് ചെയ്ത ഉറപ്പായാലും അവൻ ആ ഹാർട്ട് നശിപ്പിക്കും. സ്മോക്കർ ആണെങ്കിൽ ഞൊട്ടിയടയിൽ ഇപ്പൊ വെർഗോയെ അന്വേഷിച്ച് അവിടുന്ന് പോവും. അതേസമയം ലൂഫി അവൻ വീണ്ടും ആ വില്ലനെ അറഞ്ഞ പൊറഞ്ഞ് അറ്റാക്ക് ചെയ്യാണ്. വില്ലനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ലൂഫിയുടെ ഓരോ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. വേറെ വഴിയില്ലാതെ വില്ലൻ അവനൊരു ഗ്യാസ് റിലീസ് ചെയ്ത് അതിൽ തീ കത്തിക്കും. ലൂഫി ആണെങ്കിൽ ഫയർ കണ്ട് പേടിച്ച് ഇപ്പോ അറഞ്ഞ പൊറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനായിട്ട് തുടങ്ങും. സീസറിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. നീ എന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യണേ? ഞാനും നീയുമായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. അതിന് ലൂഫി, എനിക്കിപ്പോ നിന്നെ തട്ടിക്കൊണ്ട് പോയേ പറ്റൂ. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് നീ ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരാളാണ്. ലൂഫി പറയുന്നത് കേൾക്കുമ്പോ അവന് മനസ്സിലാവും ലൂഫിയും ട്രഫാൽഗർ ലോയും ഇപ്പൊ ഒന്നായെന്ന്. നീ ആ ട്രഫാൽഗർ ലോ പറയുന്നത് കേട്ടിട്ടാണോ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നേ? ആക്ച്വലി അവനൊരു കള്ളനാണ്. എന്നെ ഇതുപോലെ തന്നെയാണ് അവൻ പറ്റിച്ചത്. സോ അവൻ പറയുന്നത് കേട്ട് നീ എന്നെ അറ്റാക്ക് ചെയ്യരുത്. അതിന് ലൂഫി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഉറപ്പായാലും നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. അതിനാ സീസർ അവനിപ്പോ ലൂഫി നിൽക്കുന്ന ഭാഗത്ത് ഓക്സിജൻ അതങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ഓക്സിജൻ കിട്ടാതെ ലൂഫി പെടയാനായിട്ട് തുടങ്ങും. ലൂഫി ആണെങ്കിൽ കഷ്ടപ്പെട്ട് അവിടുന്ന് ചാടി പുറകിലേക്ക് പോകും. അവനൊരു നിശ്ചിത ഡിസ്റ്റൻസിലേക്ക് വരുമ്പോ അവന് ഓക്സിജൻ കിട്ടാനായിട്ട് തുടങ്ങും. ലൂഫി ആണെങ്കിൽ വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യാൻ റെഡി ആവുകയാണ്. സീസർ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കളിയാക്കും. ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന് നീ എന്നെ അറ്റാക്ക് ചെയ്യാൻ പോവാണോ? നിന്നെ കൊണ്ട് അതിന് കഴിയില്ല. ലൂഫി സ്ട്രെയിറ്റ് ആയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് പോയി ജെറ്റ് പിസ്റ്റൽ പവർ ഉപയോഗിച്ച് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയിൽ ചോര തോളുമ്പി സീസർ താഴെ വീഴും. ലൂഫി ആണെങ്കിൽ അവന്റെ തൊട്ടടുത്തേക്ക് ഓടി അടുക്കുകയാണ്. അതിന് കൺട്രോൾ പോയ സീസർ അവന്റെ ജൈന്റ് രൂപത്തിലേക്ക് മാറി അവനാണെങ്കിൽ ലൂഫിയുടെ തൊട്ടടുത്തേക്ക് വരും. അതിനുശേഷം വീണ്ടും ലൂഫിയുടെ അടുത്തുള്ള ഓക്സിജൻ അത് അബ്സോർബ് ചെയ്തെടുത്ത് ലൂഫിയെ ശ്വാസം മുട്ടിക്കാനായിട്ട് തുടങ്ങും. ലൂഫിക്കാണെങ്കിൽ ശ്വാസം കിട്ടാതെ അവൻ പെടയുകയാണ്. അതിനുശേഷം സീസർ ഒരു ബ്ലൂ സ്ക്വാഡ് ഉപയോഗിച്ച് ലൂഫി അറിഞ്ഞും പുറഞ്ഞ് വെട്ടും. ലൂഫി ആണെങ്കിൽ അതിൽ നിന്നെല്ലാം വെട്ടിത്തിരിഞ്ഞ് പുറകിലേക്ക് വരും. അവിടെ മുഴുവൻ ഇപ്പൊ തീ കത്തി പടരാണ്. ലൂഫിക്ക് മനസ്സിലാവും അവനെ കൊണ്ട് എല്ലാ തരത്തിലുള്ള എയർനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അവനെ തോൽപ്പിക്കാൻ പറ്റും. ലൂഫി ആണെങ്കിൽ എടുത്തു ചാടി അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. അതിന് സീസർ ആണെങ്കിൽ വീണ്ടും ഓക്സിജൻ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയം ലൂഫി ജസ്റ്റ് മിസ്സിന് സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് അവിടുന്ന് തെന്നി മാറും. അവിടെ സീൻ കട്ട് ചെയ്ത് ഇപ്പോ എയ്ക്കും ബിക്കും ഇടയിലുള്ള ആ പാസേജിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഡോറ് അതാണെങ്കിൽ ഇപ്പൊ ക്ലോസ് ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. G5 സോൾജേഴ്സ് ആണെങ്കിൽ ഞൊടിയിടയിൽ ആ ഡോറിലൂടെ അപ്പുറം കടക്കുകയാണ്. അതേസമയം ഇവിടെ സാഞ്ചി അവൻ ദേഷ്യപ്പെട്ട് പറയും, അതെ, ഞാനൊരു പൈലറ്റാണ്. ഒരു കാരണവശാലും ലേഡീസിനെ മറ്റൊരാൾ തൊടുന്നത് എനിക്കിഷ്ടമല്ല. അവരാരെയും ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് വീണ്ടും വെർഗോയായിട്ട് ഒരിഞ്ഞ അട്ടിയിടി ബഹളം. വെർഗോയുടെ പവർ അവനിപ്പോ പതിയെ സാഞ്ചിക്ക് നേരെ കാണിക്കാൻ തുടങ്ങും. സാഞ്ചിക്കാണെങ്കിൽ ഇപ്പോ അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. G5 സോൾജേഴ്സും ടഷിക്കയും അവരെല്ലാവരും ഇപ്പൊ സാഞ്ചിയുടെ ഫൈറ്റ് കണ്ടു നിൽക്കുകയാണ്. വെർഗോയുടെ ശ്രദ്ധ അത് നൈസായിട്ടൊന്ന് തെറ്റുന്ന സമയം അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ നമ്മുടെ സാഞ്ചി അവൻ എടുത്തു ചാടി ഫയർ ഉപയോഗിച്ച് അവനെ ആഞ്ഞടിക്കും. വെർഗോ തെറിച്ചു പോയി ഇപ്പൊ അടുത്തുണ്ടായിരുന്ന ഒരു ചുമരില് ഇടിച്ചു നിൽക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ബ്രൗൺ ബിയേർഡ് അവൻ ഇപ്പോഴും നമ്മുടെ ആൾക്കാരെ കൊണ്ട് നിർത്താതെ ഓടുകയാണ്. അവരുടെ തൊട്ടു പിന്നാലെ ആ ഡ്രാഗൺ ഫയറൊക്കെ തുപ്പി അവരെ ഫോളോ ചെയ്ത് വരും. നാമിക്കാണെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി വരികയാണ്. കമോൺ സ്പീഡിൽ പോ, അത് നമ്മുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഒസോപ്പും നാമിയും ആണെങ്കിൽ ഇപ്പൊ ബ്രൂക്കിനോട് അതിനെ അറ്റാക്ക് ചെയ്യാൻ പറയും. മറ്റൊരു ഭാഗത്ത് ആ മഞ്ഞ വില്ലന്മാര് അവരാണെങ്കിൽ എന്തൊക്കെയോ കണ്ട് പേടിച്ച് ഓടുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ ട്രഫാൽഗർ ലോ ആളവിടേക്ക് ചാടി വീണ് ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് അവരെ എല്ലാവരെയും രണ്ടായിട്ട് വെട്ടിയിടും. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ ഒരു ഗേറ്റിന് മുൻപിൽ വന്ന് നിൽക്കുകയാണ്. സീസർ ആണെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞും ലൂഫി അറ്റാക്ക് ചെയ്യാണ്. അവന്റെ ഓക്സിജൻ പിടിച്ചു വെച്ചും സ്ക്വാഡ് എടുത്ത് വെട്ടിയും നമ്മുടെ ഹീറോയെ അവരെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ലൂഫി ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടും. ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഹോക്കി പവർ ഉപയോഗിച്ച് വില്ലന്റെ വയറ്റിൽ വീണ്ടും ഹീറോ ആഞ്ഞെട്ടിക്കും. സീസർ ആണെങ്കിൽ ലൂഫിയെ തെറിച്ചു നോക്കും. നിനക്കെന്താ എന്നെ പിടിക്കണമെന്നുണ്ടോ? ഒരു കാരണവശാലും
നിനക്കെന്നെ പിടിക്കാനായിട്ട് പറ്റില്ല. ഓക്സിജൻ മുഴുവനായിട്ട് ഞാൻ അബ്സോർബ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിനക്ക് ശ്വാസം കിട്ടാൻ നീ മരിക്കുമെന്ന് പറഞ്ഞ് അവൻ പോയിസൺ ഗ്യാസ് സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് ഇപ്പൊ തീ കൊളുത്താനായിട്ട് റെഡിയാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ സാഞ്ചി ആണെങ്കിൽ വെർഗോയെ അടിച്ച് ആ ചുമരിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സും രക്ഷിക്കുകയും എല്ലാം ഫ്രീസ് ആയിട്ട് സാഞ്ചിയെ തന്നെ നോക്കും. അതിന് സാഞ്ചി ടെൻഷനായിട്ട് നിങ്ങൾ എന്തായി ചെയ്യണേ? സിനിമ കണ്ടോണ്ടിരിക്കുകയാണോ? എത്രയും വേഗം ആ ഡോർ ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ അകത്തൂടെ ബി ബ്ലോക്കിലേക്ക് പോകാൻ നോക്ക്, അല്ലെങ്കിൽ വലിയ അപകടമാണ്. അവരുടെ പ്ലാൻ ഈ ഒരു ബ്ലോക്കിൽ കൂടെ പോയിസൺ ഫില്ല് ചെയ്യാനാണ്. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നവരെ പോലെ നിങ്ങളും മരിച്ചു വീഴും. സോ എത്രയും വേഗം അകത്തേക്ക് പോകാൻ പറയും. ആ ഡോർ ആണെങ്കിൽ പതിയെ പതിയെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സാഞ്ചി അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും ആ എ ബ്ലോക്കിലെ ഡോറ് അത് പതിയെ തുറന്ന് ഇപ്പൊ പോയിസൺ ഗ്യാസ് അകത്തേക്ക് കയറുകയാണ്. G5 സോൾജിയേഴ്സ് ആണെങ്കിൽ ഉടനെ ഇപ്പൊ ബി ബ്ലോക്കിലേക്ക് കയറാനായിട്ട് തുടങ്ങും. അപ്പോഴാ വെർഗോ അവൻ പതിയെ എഴുന്നേറ്റ് സാഞ്ചിക്ക് നേരെ ടെററായിട്ട് ലുക്ക് വിട്ട് നിൽക്കും. സാഞ്ചിക്ക് പിടികിട്ടും അവൻ ചില്ലറക്കാരനല്ല, തീർച്ചയായിട്ടും വലിയൊരു ഫൈറ്റിന് ചാൻസ് ഉണ്ടെന്ന്. സാഞ്ചി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ വെർഗോ അവൻ സാഞ്ചി ഇട്ടിക്കാനായിട്ട് പാഞ്ഞടുക്കും. അവനാണെങ്കിൽ ഓടി വന്ന് കാല് വെച്ച് സാഞ്ചി അടിക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ കാല് മടക്കി അത് ബ്ലോക്ക് ചെയ്യും. അതിൽ വെർഗോയുടെ ബോണ് അത് ചെറുതായിട്ട് ബ്രേക്ക് ആവുകയാണ്. പക്ഷെ അപ്പോഴും വെർഗോയ്ക്ക് യാതൊരു കൂസലുമില്ല. അവനിപ്പോ പഴയതിനെ കഴിഞ്ഞും സ്ട്രെങ്തും പവറും ഒക്കെ കൂട്ടിയാണ് സാഞ്ചിയായിട്ട് ഫൈറ്റ് ചെയ്യുക. ഇവിടെ G5 സോൾജിയേഴ്സ് ആണെങ്കിൽ നിലവിളിച്ച് പറയും, സാഞ്ചി ഓടിക്കോ, ഈ ഗേറ്റ് അത് ക്ലോസ് ആവാൻ പോവാണ്, അതിനു മുൻപ് നീ അവനെ വിട്ട് അകത്തേക്ക് കയറ്. പക്ഷെ അവർ രണ്ടുപേരും അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ പരസ്പരം നല്ല സ്ട്രെങ്തില് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലൂഫി അവനാണെങ്കിൽ സീസറെ കീഴ്പ്പെടുത്താനായിട്ട് അവനെ കൊണ്ട് പറ്റും പോലെ ഫയർ ഒക്കെ വെച്ച് കറങ്ങി തിരിഞ്ഞ് ആ സീസറിനെ ആഞ്ഞെട്ടിക്കും. സീസർ ആണെങ്കിൽ ലൂഫിയോട് പറയും, നിനക്ക് ഞാൻ 2 ഓഫർ തരാം. ഒന്നുകിൽ നിനക്ക് ജീവൻ കൊണ്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം, കാരണം എനിക്ക് നിന്നെ കൊല്ലാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, എനിക്ക് എന്റെ എക്സ്പെരിമെന്റ് അതാണ് വലുത്. അതല്ല നിനക്ക് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ എന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ഇവിടെ കിടന്ന് ചാകാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഒരുപാട് ഫയർ ഒക്കെ റിലീസ് ചെയ്ത് ഓക്സിജൻ അത് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്തെടുക്കും. ലൂഫി ആണെങ്കിൽ ടൈറ്റില് അവന്റെ കഴുത്തിൽ അങ്ങനെ ഇറുക്കി പിടിക്കും. എന്നെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, സെക്കൻഡുകൾ കൊണ്ട് നിന്നെ ഞാൻ തകർക്കുമെന്ന് പറഞ്ഞ് സെക്കൻഡ് ഗിയറിലേക്ക് പോവും. വില്ലനാണെങ്കിൽ ഇപ്പൊ അവന്റെ സ്ക്വാഡ് എടുത്ത് റെഡിയാവും. സീസർ സ്ക്വാഡുമായിട്ട് ഓടി അടുക്കും. ആ സമയത്ത് ലൂഫി അവന്റെ കഴുത്ത് അതങ്ങ് പുറകിലേക്ക് കൊണ്ടുപോയി ഓക്സിജൻ ഉള്ള ഭാഗത്ത് നിന്ന് ഇപ്പൊ ഓക്സിജൻ അത് അബ്സോർബ് ചെയ്തെടുത്ത് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വില്ലന്റെ വയറ്റിൽ ആഞ്ഞെട്ടിക്കും. സീസർ ആണെങ്കിൽ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ ആ ഒരു ഇടിയിൽ അവന് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ലൂഫി വീണ്ടും ഗാറ്റ്ലിംഗ് പിസ്റ്റൾ പവർ ഉപയോഗിച്ച് ആഞ്ഞൊരു ഇടിയോടെ ഇടിക്കും. അങ്ങനെ ഇവിടെ നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോഴായിരിക്കും മോണറ്റ് അവിടേക്ക് വരിക. അവളാണെങ്കിൽ ഒരുപാട് ഐസ് പവർ ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ ലൂഫിയെ റെസിസ്റ്റ് ചെയ്യും. അവൾ സീസറിനോട് ചോദിക്കും, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യണേ? നമ്മൾ ഡെമോൺസ്ട്രേഷൻ അതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ഫൈറ്റ് ഇട്ടാ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവോ? മോണറ്റ് ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ പിടിച്ചു നിർത്തും. ആ ഗ്യാപ്പില് നമ്മുടെ സീസർ അവൻ ആ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ ലാബിന്റെ അകത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ട്രഫാർഗറോയെ കാണിക്കും. ആളാണെങ്കിൽ വലിയൊരു ഡോറിന് മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ഒരു സ്വിച്ച് ഓൺ ചെയ്ത് ആ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറാൻ ശ്രമിക്കും. കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന വില്ലന്മാരെ ഈ കാഴ്ച കണ്ട് ഇപ്പോൾ ഒരു ബ്രോഡ്കാസ്റ്റ് കൊടുക്കുകയാണ്. ട്രഫാർഗറിലോ അദ്ദേഹം നമ്മുടെ കണ്ണ് വെട്ടിച്ച് ആ സീക്രട്ട് റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ ഒരു ഇൻഫർമേഷൻ സീസർ കേട്ട് ഷോക്കാവും. അവനാണെങ്കിൽ ട്രഫാർഗറിലോയുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാവും. അവനൊരു ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ആ ബോക്സ് ഓപ്പൺ ആയ വലിയ അപകടം ഉണ്ടാവും. അത് തടയാൻ ട്രഫാർഗറിലോയെ കൊണ്ടാവില്ല. ഇവിടെ വെർഗോയും ആ ഒരു അനൗൺസ്മെന്റ് കേട്ട് എവിടേക്കോ ഓടുകയാണ്. സാഞ്ചി ആണെങ്കിൽ ചുറ്റും നോക്കും. ആ പോയിസൺ ഗ്യാസ് അവിടേക്ക് ഓൾമോസ്റ്റ് സ്പ്രെഡായി കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ സാഞ്ചി ആണെങ്കിൽ അവിടെ വീണ് കിടക്കുന്ന 2 സോൾജിയേഴ്സുമായിട്ട് ഡോർ ക്രോസ് ചെയ്യാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് മോണറ്റിനും ഇപ്പോ ട്രഫാർഗറിലോയുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാവും. സ്മോക്കർ ആണെങ്കിൽ മാപ്പ് ഉപയോഗിച്ച് വെർഗോയുടെ പിന്നാലെ പോവും. വെർഗോ ആണെങ്കിൽ ട്രഫാർഗറിലോയുടെ പിന്നാലെ കട്ട് ചെയ്ത ട്രഫാർഗറിലോ അവൻ സാഡ് എന്ന് പറയുന്ന ഒരു ബോർഡിന് മുൻപിൽ വന്ന് എന്തിനെയോ നോക്കി ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.